രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാമത്തെ ദശകമാണ്, 7ാമത്തെ ശ്ലോകമാണ്, 93ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച നാരായണീയം പോസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ നാരായണീയം പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് ചെയ്യേണ്ട ശ്ലോകമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള ശ്ലോകങ്ങളെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധ, കണ്ണൻ്റെ രാധ, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്. നാളത്തെ രാധയുടെ പ്രണയത്തിലാണെങ്കിൽ എനിക്ക് ഏറ്റവും പുതിയതായി കിട്ടിയ 1-2 പുസ്തകങ്ങളുണ്ട്. അതിൽ ഞാൻ കണ്ട രാധാറാണിയുടെ ചില കഥകൾ അത് നിങ്ങളുടെ മുന്നിൽ നാളെ ഞാൻ തുറന്നു കാട്ടുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യലഹരിയുടെ ക്ലാസ് ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അവർ പിന്നെ വീഡിയോ കേൾക്കുക. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. അതേ കണക്ക് 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതേ കണക്ക് അസ്ട്രോളജി, ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്നെ വിളിക്കാം. തികച്ചും സൗജന്യമായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999 എന്നതാണ്. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്. ഓരോ ഹിന്ദുവും നിശ്ചയമായും അത് കേൾക്കണം, അത് കേൾക്കാതിരിക്കരുത്. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ, പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഹിന്ദു സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ, പിന്നെ രാധിക കവചൻ 2 ഉണ്ട്. അത് 2ഉം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. ആ രാധാ സഹസ്രനാമവും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ അത് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും, പിന്നെ രാധാ മാനസതന്ത്രം, സഹസ്രനാമത്തിന് തുല്യമായ രാധാ മാനസതന്ത്രം നമ്മുടെ പ്രിയങ്കരിയായ അൽബ പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അതിനകത്ത് ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്. അങ്ങനെ
നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. എന്നും രാവിലെ 5:30 മണിക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന നമ്മുടെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. അപ്പൊ ഇന്നത്തെ നാരായണീയം നമുക്ക് പാടിത്തരുന്നത് വേറെ ആരുമല്ല, നിങ്ങൾക്ക് സുപരിചിതനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സുനിലാണ്. ഗൾഫിൽ ഈ പറയുന്നത് പോലെയുള്ള ബോംബാക്രമണവും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ സുനിൽ സേഫാണ്. അതിൻ്റെ ഇടയിലും സുനിൽ എന്ത് ചെയ്യുന്നു? മുടങ്ങാതെ നാരായണീയം പാടിത്തരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാരായണന്റെ അനുഗ്രഹം ആർക്കുണ്ടായിരിക്കും? സുനിലിനുണ്ടായിരിക്കും. അപ്പൊ രാധേ രാധേ ചാനലിന് ഏറെ പ്രിയപ്പെട്ട സുനിൽ അതിമനോഹരമായി ഭക്തിയുടെ നിറവിൽ ഭക്തിയിൽ മുഴുകി നാരായണനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ, നിങ്ങളുടെ പ്രിയങ്കരനായ, എൻ്റെ കുഞ്ഞനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന നമ്മുടെ സുനില് ഇതാ പാടാൻ പോവുകയാണ്. കേട്ടുകൊള്ളൂ. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വദിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാ ഇതി ദ്രുഹിണവർണിത സ്വഗുണബം ഹിമാ പാഹി മാം. നമ്മുടെ സുനിൽ അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നോക്കേ. ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണ വന്ദിത സ്വഗുണ ബംഹിമാ പാഹി മാ. അർത്ഥം എഴുതിക്കോ. ശ്രുതി പ്രകരം അർത്ഥം വേദ സമൂഹം. ശ്രുതി പ്രകരം അർത്ഥം വേദ സമൂഹം. ദർശിതം അർത്ഥം വ്യക്തമാക്കപ്പെട്ട. പ്രചുര വൈഭവം അർത്ഥം വ്യാപകമായ മാഹാത്മ്യത്തോടു കൂടിയത്. മാഹാത്മ്യത്തോടു കൂടിയും. ശ്രീപദേ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ളവനെ. ഹരേ ജയ ജയ പ്രഭോ സർവശക്തനായ അങ്ങ് ജയിക്കുക. പദം ഉപൈഷി അർത്ഥം അങ്ങയുടെ പദത്തെ പ്രാപിക്കുന്നു. ഇവിടെ പദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വാസസ്ഥാനം. അപ്പം എന്താ? അങ്ങയുടെ വാസസ്ഥാനത്തെ പ്രാപിക്കുന്നു. ദൃഷ്ട്യാദൃശോ കണ്ണുകളുടെ ഭാഗ്യത്താൽ കുരുഷമാശു വേഗത്തിൽ ചെയ്താലും ദിയം അർത്ഥം ബുദ്ധിയെ. ഭുവന നിർമ്മിതൗ ഭുവനങ്ങളെ, 3 ലോകങ്ങളെ അല്ലേ? ഭൂമി, സ്വർഗം, പാതാളം. അങ്ങനെ ഭുവനങ്ങളെ നിർമ്മിക്കുന്നതിന് കർമ്മഠാമിതി അർത്ഥം സാമർഥ്യമുള്ളതാക്കി. ദ്രുഹിണ വർണ്ണിത ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട. സ്വഗുണ ബംഹിമ
സ്വന്തം ഗുണങ്ങളുടെ ആധിക്യത്തോടു കൂടിയവനെ, സ്വന്തം ഗുണങ്ങളുടെ ആധിക്യത്തോടു കൂടിയ അങ്ങ് പാഹിമാം, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ട സർവവ്യാപകമായ മാഹാത്മ്യത്തോടു കൂടിയവനും ശ്രീപതിയും, അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവും പ്രഭുവും ഹരിയുമായ ഹേ ഭഗവാൻ, നിന്തിരുവടി ജയിച്ചാലും, അല്ലയോ ഭഗവാനെ, നിന്തിരുവടി ജയിച്ചാലും ഭാഗ്യം കൊണ്ടെനിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞു. ഭുവനങ്ങളുടെ നിർമ്മിതിക്കായി എനിക്ക് നല്ല ബുദ്ധി ഉണ്ടാക്കി തരേണമേ എന്ന് ആ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വന്തം ഗുണങ്ങളുടെ മാഹാത്മ്യത്തോടു കൂടിയ നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടവനും ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച മാഹാത്മ്യമുള്ളവനും സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവും മഹാപ്രഭുവും അല്ലേ ഹരിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജയിച്ചാലും എനിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഭഗവാനെ ഭൂമി, സ്വർഗം, പാതാളം തുടങ്ങി ത്രിഭുവനങ്ങളെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എനിക്ക് നല്ല ബുദ്ധി അങ്ങ് ഉണ്ടാക്കി തരേണം. ഇങ്ങനെ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട പ്രാർത്ഥിക്കപ്പെട്ട ഗുണങ്ങളുടെ മാഹാത്മ്യത്തോടു കൂടിയ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ രക്ഷിക്കണമേ. ഇനി നമുക്ക് ഓരോ വരിയായിട്ട് എടുക്കാം. എന്താണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്? ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ. കണ്ടില്ലേ? ശ്രുതി പ്രകരം, ശ്രുതി പ്രകരം എന്ന് പറഞ്ഞ വേദപ്രകരം, വേദങ്ങളുടെ സമൂഹം. ദർശിതം, വ്യക്തമാക്കപ്പെട്ട. പ്രചുര വൈഭവം, വ്യാപകമായ മാഹാത്മ്യത്തോടു കൂടിയതും. ശ്രീപദേ, ശ്രീപദേ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാൽ ലക്ഷ്മി ദേവി. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വരി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോവുകയാണ്. ഇവിടെ 4 പദങ്ങൾ കൊണ്ടാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്. 4 പദങ്ങൾ കൊണ്ട്. ഒന്നാമത്തത് ശ്രുതി പ്രകര ദർശിതം, രണ്ടാമത്തെ പദം പ്രചുര വൈഭവം, മൂന്നാമത്തെ പദം ശ്രീപദേ, നാലാമത്തെ പദം ഹരേ പ്രഭോ. ഇങ്ങനെ 4 പദങ്ങൾ കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ശ്രുതി പ്രകര ദർശിത. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. അപ്പോൾ വേദങ്ങൾ കൊണ്ട് കാണപ്പെടുന്ന എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നത് വേദങ്ങൾ 4 ഉണ്ടെന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ സത്യം അതല്ല. വേദങ്ങളെന്ന് പറഞ്ഞത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് വേദങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ വേദങ്ങളുടെ എണ്ണം എടുക്കാൻ തന്നെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വേദം എടുത്തിട്ട് ഈ വേദത്തിൽ ഭഗവാന്റെ മാഹാത്മ്യം മുഴുവനും പ്രകടമാക്കുന്നു എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. മനസ്സിലായി? ഇപ്പൊ ഋഗ്വേദം എടുത്തിട്ട് ഋഗ്വേദത്തിനകത്തൂടെ, ഈ വേദത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യം വിവരിക്കുന്നു എന്ന് പറയാൻ ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. 4 വേദങ്ങളല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത വേദമുണ്ട്. ഈ എണ്ണിയാൽ ഒടുങ്ങാത്ത വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചേർത്തു വെച്ചാൽ പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനന്ത മാഹാത്മ്യത്തിന്റെ അല്പം മാത്രമേ ആകുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യം 1000 ചുമ്മാ സങ്കല്പിച്ചോ. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ സകല വേദങ്ങളും, ആ സകല വേദങ്ങളുടെയും പറഞ്ഞിരിക്കുന്നത് എടുത്തു വെച്ച് ചേർത്താൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു മാഹാത്മ്യമേ ആകുന്നുള്ളൂ. 999 മാഹാത്മ്യം അത് വർണ്ണിക്കാൻ വേദങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനേകം വേദങ്ങൾ ചേർന്നാൽ പോലും ഭഗവാന്റെ അനന്തമായ മാഹാത്മ്യം അല്പം മാത്രമേ ആകുന്നുള്ളൂ. ഭഗവാൻ വേദവേദ്യനല്ലെന്നറിയുക.
അതായത് ഭഗവാനെ വേദം കൊണ്ട് അറിയാൻ പറ്റില്ല, ഭഗവാന്റെ മാഹാത്മ്യം വേദങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല എന്നറിയുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു? പ്രചുര വൈഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രചുര വൈഭവം എന്ന് പറഞ്ഞാൽ എങ്ങും മാഹാത്മ്യം പ്രാപിച്ചവൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാന്റെ മാഹാത്മ്യമില്ലാത്ത ഏത് സ്ഥലമാണുള്ളത്, ഏത് ദിശയാണുള്ളത്, ഏത് ലോകമാണുള്ളത്? അതുകൊണ്ട് ഭഗവാനെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു? പ്രചുര വൈഭവ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാഹാത്മ്യത്തോടു കൂടിയവനെ. ഇനി മൂന്നാമത് ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് ശ്രീപദേ എന്നാണ്. എന്താ ശ്രീപദേ? ശ്രീ ലക്ഷ്മി ദേവി, പദേ ഭർത്താവ്. അപ്പൊ ശ്രീപദേ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായതിനാൽ ഈ ലോകത്തിൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായതുകൊണ്ടാണ് ഭഗവാന് ശ്രീപദേ എന്ന് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാന്റെ അനന്തമായ മാഹാത്മ്യത്തിന്റെ, അതായത് ശരിക്കും പറഞ്ഞുകൊള്ളണം, ഈ ലോകത്തില് എന്തൊക്കെ സുന്ദരമായിട്ടുണ്ടോ, എന്തൊക്കെ ആകർഷകമായിട്ടുണ്ടോ അതെല്ലാം മഹാലക്ഷ്മിയുടെ വിഭൂതികളാണ്, മഹാലക്ഷ്മിയുടെ അംശങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സുന്ദരമായിട്ടുണ്ട്. ഇപ്പൊ താമര അതിമനോഹരമാണ് ഇല്ലേ? അത് മഹാലക്ഷ്മിയുടെ അംശമാണ്. അതുകൊണ്ടാണ് താമരയ്ക്ക് ഇത്രയും പ്രാധാന്യം. മനസ്സിലായ? അപ്പൊ അത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ സുന്ദരവും ആകർഷകവുമായി എന്തൊക്കെയുണ്ടോ അത് മുഴുവനും മഹാലക്ഷ്മിയുടെ അംശങ്ങളാണ്. അങ്ങനെ എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും ഉറവിടമായ സാക്ഷാൽ ശ്രീദേവിയുടെ പതിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? രണ്ടാമത്തെ വരിയാണ്. നമുക്ക് നോക്കാം എന്താണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാ ദൃശോ. ഹരേ, ഹരേ എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖങ്ങൾ ഹരിക്കുന്നവനെ. ജയ ജയ പ്രഭോ, മഹാനായ അങ്ങ് ജയിക്കട്ടെ. പദമുപൈഷി, അങ്ങയുടെ വാസസ്ഥലം പ്രാപിക്കുന്നു. ദൃഷ്ട്യാ ദൃശോ, കണ്ണുകളുടെ ഭാഗ്യത്താൽ. അതായത് രണ്ടാമത്തെ വരിയിലാണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഭഗവാനെ 4 വാക്കുകൾ കൊണ്ടാണ് വിവരിക്കുന്നത്. ഭഗവാനെ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ശ്രുതി പ്രചുര പ്രകര ദർശിത, രണ്ടാമതായിട്ട് പ്രചുര വൈഭവ, മൂന്നാമതായിട്ട് ശ്രീപദേ. ഇനി നാലാമത്തതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹരേ പ്രഭോ എന്നാണ്. അതിനെ തന്നെ നമുക്ക് രണ്ടാക്കാം. ഒന്ന് ഹരേ, മറ്റൊന്ന് പ്രഭോ. എന്താണ് ഹരേ? ഭക്തരുടെ പാപങ്ങളെയും ഈ പാപങ്ങൾ മുഖാന്തരം ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെയും ഹരിക്കുന്നവൻ. ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നവൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ പാപങ്ങളെയും അതുമൂലം അവരനുഭവിക്കുന്ന ദുരിതങ്ങളെയും മുഴുവനും ഇല്ലാതാക്കുന്നവനായതുകൊണ്ടാണ് ഭഗവാന് ഹരി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദുഃഖങ്ങൾ പാപങ്ങൾ ഹരിക്കുന്നവനാരോ അവനാണ് ഹരി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്നത് പ്രഭു എന്നാണ് ഇല്ലേ? ഹരേ പ്രഭു. എന്താ പ്രഭു? എന്തിനും ഏതിനും ശക്തനായതുകൊണ്ടാണ് ഭഗവാന് പ്രഭു എന്ന പേര് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ 4 സംബോധനയിലൂടെ ചുരുക്കി പറയുന്നത് ഇതാണ്. വേദങ്ങൾ കൊണ്ട് അറിയാനാകാത്തവനും ശ്രീപതിയുടെ ഭർത്താവ്, അതായത് ശ്രീപതിയും, അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവും ഭക്തജനങ്ങളുടെ പാപങ്ങളെ മുഴുവൻ ഹരിച്ച് ഹരി എന്ന പേരിൽ അറിയപ്പെടുന്നവനും സർവശക്തനും എന്തിനും കഴിവുള്ളവനും എന്തിനും ശക്തിയുള്ളവനുമായതിനാൽ പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്നവനുമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ വേദങ്ങൾ കൊണ്ട് അറിയാനാകാത്തവൻ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് അതായത് ശ്രീപതി, നമ്മുടെ ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ അതായത് ഹരി, സർവശക്തൻ അതായത് പ്രഭു. അങ്ങനെയുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ഭഗവാൻ. വേദവേദ്യൻ, ശ്രീപതി, ഹരി, പ്രഭു, അതാണ് സാക്ഷാൽ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പല മാർഗങ്ങൾ നമ്മുടെ ഋഷിമാര് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വരികളിലേക്ക് വരാം.
എന്താണ്? കുരുഷധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണ വന്ദിത സുഗുണ ബംഹിമ പാഹിമ. അപ്പം നോക്കേ, കുരുഷമാശു അർത്ഥം വേഗത്തിൽ ചെയ്താലും, ദിയം അർത്ഥം ബുദ്ധിയെ, ഭുവന നിർമ്മിതൗ ഭുവനങ്ങളെ നിർമ്മിക്കുന്നതിന്, 3 ലോകങ്ങൾ നിർമ്മിക്കുന്നതിന്, കർമ്മഠാമിതി സാമർഥ്യമുള്ളതാക്കി, ദ്രുഹിണ വർണ്ണിത ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട, സ്വഗുണ ബംഹിമ സ്വന്തം ഗുണങ്ങളുടെ ആധിക്യത്തോടു കൂടിയ അങ്ങ്, പാഹിമാം എന്നെ രക്ഷിക്കണമേ. അപ്പൊ എന്താണ് ഈ വരികളിൽ പറയുന്നത്? ഈ വരികളിലൂടെ ഒരു വലിയ സന്ദേശം നമുക്ക് തരികയാണ്. നിങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. അതുമാത്രമാണ് ഭഗവാന്റെ ലോകത്തെത്തിച്ചേരാനുള്ള ഒരേ ഒരു വഴി. ഇവിടെ വളരെ ശ്രദ്ധിക്കുക. ഭഗവാന്റെ ലോകം വൈകുണ്ഠമാണെന്നറിയുക. നിങ്ങൾക്ക് വൈകുണ്ഠത്തെത്തിച്ചേരാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക, സകലതും ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുക. അതല്ല, നിങ്ങൾക്ക് ഗോലോകത്ത് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ സകലതും രാധാറാണിയുടെ പാദങ്ങളിൽ അർപ്പിക്കുക, രാധാറാണിയെ സേവിച്ച് കഴിയുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണപദം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നാരായണനിൽ അർപ്പിച്ച് നാരായണനെ തന്നെ ശരണം പ്രാപിക്കുക മാത്രമാണ് ഭഗവാന്റെ പദം പ്രാപിക്കാനുള്ള ഒരേ ഒരു മാർഗം. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് ഭഗവാനോട് പറയുകയാണ്, ഞാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, എന്നെ കൈവിടല്ലേ. എനിക്ക് ഈ 3 ലോകങ്ങളും, അതായത് ഭൂമിയും സ്വർഗവും പാതാളവും നിർമ്മിക്കാനുള്ള വിദ്യ എനിക്ക് ഉപദേശിച്ചു തരണമേ. അങ്ങേക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ ബ്രഹ്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഈ 3 ലോകങ്ങളും നിർമ്മിക്കുക എന്നതാണ് ബ്രഹ്മാവിന്റെ കർത്തവ്യം. അപ്പൊ ബ്രഹ്മാവിന്റെ കർത്തവ്യം, ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? പ്രപഞ്ചം, അതായത് ഭൂമി, സ്വർഗം, പാതാളം 3 ലോകങ്ങളെയും സൃഷ്ടിക്കുക എന്നതാണ് ബ്രഹ്മാവിന്റെ കർത്തവ്യം. ആ കർത്തവ്യം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ പറ്റില്ല എന്ന് ബ്രഹ്മാവിന് ബോധ്യമാകുന്നു. അതോടുകൂടി ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. ഇതുപോലെ ഭൂമിയിലെ ഓരോ മനുഷ്യർക്കും അവരവരുടെ കർത്തവ്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്കും രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട്. പക്ഷെ ആ കർത്തവ്യം വളരെ ഭംഗിയായി നിറവേറ്റണമെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുകയും എനിക്ക് തന്ന ഈ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കണം ഭഗവാനെ, എൻ്റെ ഈ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കണം ഭഗവാനെ എന്ന് ഭഗവാനോട് തന്നെ ചോദിച്ച് ഭഗവാന്റെ ഉപദേശം തേടി ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് ഒരു വഴി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ബ്രഹ്മാവ് തൻ്റെ കർത്തവ്യമായ 3 ലോകങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ പാദത്തിൽ അഭയം തേടി. ഇതുപോലെ മനുഷ്യരായ നമ്മളും നമ്മുടെ കർത്തവ്യങ്ങൾ നിർമ്മിക്കുന്നതിന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ അഭയം തേടിയിട്ട് ഭഗവാനോട് പറയണം, ഞങ്ങളുടെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ച് അതോടൊപ്പം തന്നെ ഒന്നിനോടും ഒട്ടലും ഇല്ലാതെ മരണശേഷം ഭഗവാനെ അവിടുത്തെ വസതിയിൽ അവിടുത്തെ വാസസ്ഥാനത്തെത്താൻ അനുഗ്രഹിക്കണേ കൃഷ്ണ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.